നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇനി 3 ദിവസം ലീവായല്ലേ, സ്കൂളിലൊന്നും പോകണ്ട. തിങ്കളാഴ്ച എന്താ ശ്രീകൃഷ്ണ ജയന്തിയാണ്. അതുകൊണ്ട് തന്നെ 3 ദിവസം സുഖമായിട്ട് വീട്ടിലിരിക്കുക. കളിക്കുന്നതിനോടൊപ്പം പഠിക്കാനായിട്ട് എന്ത് ചെയ്യുക, സമയം നീക്കി വെക്കണം അല്ലേ. കാരണം ഓണപരീക്ഷ ഇങ്ങ് എത്താറായി. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലേ എല്ലാ വിഷയത്തിനും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നല്ല മാർക്ക് കിട്ടും. ചില കുഞ്ഞുങ്ങളുണ്ട് തലേന്നിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം എന്താ, അന്നെന്നുള്ളത് അന്നന്ന് പഠിക്കുക, റിവിഷൻ ടൈം റിവിഷന് വേണ്ടി തന്നെ മാറ്റി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് എക്സാം കഴിയുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് എല്ലാവരും തുടങ്ങണം കേട്ടോ. അപ്പോൾ എല്ലാവരും എല്ലാ വിഷയത്തിനും പ്രത്യേകിച്ച് സമയം കണ്ടെത്തി പഠിച്ച് നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്ന് വലുതായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ ആയിരിക്കുമല്ലോ അല്ലേ, ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് വേറൊന്നുമല്ല, താരതമ്യക്കുറിപ്പാണ് പഠിപ്പിക്കാൻ പോകുന്നത്. എന്താണ് താരതമ്യക്കുറിപ്പ്? താരതമ്യം എന്ന് പറയുമ്പോഴേ നിങ്ങൾക്കറിയാം എന്തായിരിക്കും അല്ലേ. വേറൊന്നുമല്ല, 2 കഥയോ 2 കവിതയോ 2 കഥാപാത്രമൊക്കെ തന്നിട്ട് രണ്ടും തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങൾ എഴുതുന്നതാണെന്ന് പറയുന്നത് നമ്മുടെ താരതമ്യക്കുറിപ്പ് എന്ന് പറയുന്നത്. എന്താണെടാ താരതമ്യക്കുറിപ്പ്? 2 കഥാപാത്രമോ അല്ലെങ്കിൽ 2 കഥയോ 2 കവിതയോ ഒക്കെ തന്നിരിക്കും, 2 സന്ദർഭമൊക്കെ തന്നിരിക്കും. എന്നിട്ട് ചോദിക്കും, താഴെ കൊടുത്തിരിക്കുന്ന ഈ 2 സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഈ 2 കഥാപാത്രങ്ങളെ നിങ്ങൾ കണ്ടുവല്ലോ, അവരിലുള്ള വ്യത്യാസങ്ങൾ, സാമ്യ വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കൂ എന്നതായിരിക്കും നിങ്ങളുടെ ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ എങ്ങനെയാ താരതമ്യക്കുറിപ്പ് എഴുതേണ്ടതെന്ന് അറിയണ്ടേ? നിങ്ങൾ പലപ്പോഴും ചെയ്യാറുള്ള കാര്യം വെറും വ്യത്യാസങ്ങൾ മാത്രം എഴുതി വെക്കും. എന്ത് ചെയ്യൂടാ, വെറും വ്യത്യാസങ്ങൾ മാത്രം എഴുതി വെക്കും. അങ്ങനെ വ്യത്യാസങ്ങൾ മാത്രം എഴുതി വെക്കുന്നതല്ല കുഞ്ഞെ എന്തെന്ന് പറയുന്നത് താരതമ്യക്കുറിപ്പെന്ന് പറയുന്നത്. ആശയം, അവതരണം, സന്ദർഭം, ഭാഷാപ്രയോഗം എന്നിവയുടെ എന്തൊക്കെയാ? ആശയം, അവതരണം, സന്ദർഭം, ഭാഷാപ്രയോഗം എന്നിവയുടെ സാമ്യ വ്യത്യാസങ്ങൾ കണ്ടെത്തി എഴുതുന്നതാണ് എന്ത് താരതമ്യക്കുറിപ്പ് എന്ന് പറയുന്നത്. എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ, എന്താ താരതമ്യക്കുറിപ്പ്? ആശയം, അവതരണം, സന്ദർഭം, ഭാഷാപ്രയോഗം എന്നിവയുടെ സാമ്യ വ്യത്യാസങ്ങൾ കണ്ടെത്തി എഴുതുന്നതാണ് എന്ത് കുഞ്ഞേ താരതമ്യക്കുറിപ്പെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. താരതമ്യക്കുറിപ്പിൽ എന്തൊക്കെ എങ്ങനെയാ ചോദ്യം വരുന്നത്? 2 കഥാപാത്രങ്ങളോ 2 കവിതകളോ 2 സന്ദർഭങ്ങളോ 2 കഥകളോ തന്നിട്ട് ഇവ തമ്മിലുള്ള താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനായിരിക്കും ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ സാമ്യം എഴുതിയിട്ടുണ്ടാവണം, വ്യത്യാസം എഴുതിയിട്ടുണ്ടാവണം അല്ലേ. എന്തൊക്കെ എഴുതിയിട്ടുണ്ടാവണം? സാമ്യവും അതിൻ്റെ എഴുതിയിട്ടുണ്ടാവണം, വ്യത്യാസം എഴുതിയിട്ടുണ്ടാവണം. അതാണ് എന്തെന്ന് പറയുന്നത് താരതമ്യക്കുറിപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമേ പറഞ്ഞല്ലോ മക്കളെ, 2 ഭാഗം കൊടുത്തിരിക്കും. കവിതയോ കഥാപാത്രമോ സന്ദർഭമോ കൊടുത്തിരിക്കും അല്ലേ. അതിൻ്റെ 2ന്റെ എന്ത് നമ്മൾ കണ്ടെത്തണം? സാമ്യം. അതുപോലെ അത് സാമ്യം എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപോലെ ഇരിക്കുന്ന കാര്യങ്ങളും കണ്ടെത്തണം, വേറിട്ടിരിക്കുന്ന കാര്യങ്ങളും വ്യത്യാസങ്ങളും കണ്ടെത്തണം അല്ലേ. സാമ്യവും കണ്ടെത്തണം, വ്യത്യാസവും കണ്ടെത്തി എഴുതുന്നതാണെന്ന് പറഞ്ഞു താരതമ്യക്കുറിപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഉദാഹരണം ആദ്യം ഒന്ന് നോക്കിയതിന് ശേഷം അതിന്റെ വഴികൾ നോക്കാം. അപ്പൊ ഇനി എന്താ നോക്കുന്നത്? താരതമ്യക്കുറിപ്പ് എങ്ങനെ എഴുതാം. അതിനു മുമ്പേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. 2 വസ്തുക്കൾ. ഇതെന്തുവാടാ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതെന്താ? മുല്ലപ്പൂ അല്ലേ. ഇതെന്താ? എൻ്റെ തലയിലിരിക്കുന്ന മുല്ലപ്പൂ. ഇതെന്താണ്? മുല്ലപ്പൂ. ഇതെന്തുവാ? നല്ല മനോഹരമായ റോസാപ്പൂ അല്ലേ. ഇതിൻ്റെ 2നെയും നമുക്ക് താരതമ്യം ചെയ്ത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു തരാനാണ്. കാരണം എപ്പോഴും നിങ്ങൾക്ക് മാർക്ക് ചിലപ്പോൾ കുറച്ച് കിട്ടുന്നത് ഈ ആസ്വാദനക്കുറിപ്പ്, താരതമ്യക്കുറിപ്പ് പോലുള്ള കാര്യങ്ങൾക്കാണ്. അത് നിങ്ങൾ സ്റ്റെപ്പ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ഉദാഹരണം ഞാൻ കൊണ്ടുവന്നത്. നോക്കിക്കേ, കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്ന സുന്ദരിയായ 2 പൂക്കളാണ് റോസയും മുല്ലയും. അവ കാറ്റത്ത് സുഗന്ധം പരത്തുന്നുണ്ട്. വളരെ സുന്ദരിയായതിനാൽ പൂന്തോട്ടങ്ങൾക്ക് ഏറെ മനോഹാരിത മുല്ലപ്പൂവും റോസാപ്പൂവും നൽകാറുണ്ട്. ആളുകൾ ഏറെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഏറെ തലയിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന പൂവാണ് മുല്ലയും റോസയും. എവിടെ തിരിഞ്ഞാലും ഈ 2 പൂക്കളെയും നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഭംഗിയുള്ളതിനാൽ ഒന്ന് പറിച്ചെടുക്കാനും തോന്നും. ഇത് ഇത്രയും നിങ്ങൾ കണ്ടല്ലോ. ഇതിലിത്രയും ഞാൻ എന്താ പറഞ്ഞത്? 2 പൂവും വളരെ ഭംഗിയാണ്, സുഗന്ധം പരത്തുന്നതാണ്, പൂന്തോട്ടത്തിന് അഴകാണ്, നമ്മുടെ കണ്ണിനും മനസ്സിന് സന്തോഷം നൽകുന്നതാണ്, തലയിൽ വെക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഇതെന്താ മക്കളെ ഇപ്പൊ പറഞ്ഞത്?
എല്ലാം ഒരുപോലത്തെ കാര്യങ്ങളല്ലേ? ആണല്ലേ? എല്ലാം ഒരുപോലത്തെ കാര്യങ്ങളാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ താരതമ്യക്കുറിപ്പ് എഴുതുമ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ എന്തുണ്ടാവണം മക്കളെ? നമ്മുടെ ആ കഥാപാത്രത്തിന്റെയോ അല്ലെങ്കിൽ ആ കഥയുടെയോ സാമ്യങ്ങൾ ഉണ്ടാവണം. എന്തുണ്ടാവണം? ആദ്യത്തെ പാരഗ്രാഫിൽ സാമ്യങ്ങൾ കണ്ടെത്തി എഴുതണം. അതായത് ഒരുപോലെ ഇരിക്കുന്ന കാര്യങ്ങൾ വേണം കണ്ടെത്തി എഴുതാൻ. വ്യത്യാസം നോക്കാൻ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. ഒന്ന് താരതമ്യക്കുറിപ്പ് നന്നായിട്ട് എഴുതാൻ വേണ്ടി മനസ്സിലാക്കാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. നോക്കിക്കേ, റോസാപ്പൂവിന് ചുവന്ന നിറമാണ്. പല നിറത്തിലെ റോസാപ്പൂക്കളുണ്ട്. മുല്ലപ്പൂവിന് എന്നാൽ വെളുത്ത നിറമാണ്. ശ്വേതം, വെളുത്ത നിറം അല്ലേ? വെളുത്ത നിറമല്ലേ? ആണ്, വെളുത്ത നിറമാണ്. എന്നാൽ മുല്ലപ്പൂവ് വെളുത്ത നിറത്തിൽ മാത്രമേ കാണാറുള്ളൂ. റോസാ ചെടിയിൽ മുള്ളുണ്ട്. പറിക്കാൻ പോയാലോ മുള്ള് കയ്യിൽ കുത്തും. എന്നാൽ മുല്ലപ്പൂ എന്തിലാ വളരുന്നത്? വള്ളിച്ചെടിയിലാണ് മുല്ലപ്പൂവ് വളരുന്നത് അല്ലേ? അല്ലാതെ കുറ്റിച്ചെടിയായിട്ട് എന്തുണ്ട്? മുല്ലയുണ്ട് അല്ലേ? റോസാപ്പൂവ് വലുപ്പത്തിൽ കാണുന്നുവെങ്കിലും മുല്ലപ്പൂവ് ചെറുതായിരിക്കും. മുല്ലപ്പൂ എന്തായിരിക്കും? ചെറുതായിരിക്കും തന്നല്ലോ. ഇതാണ് എന്തെന്ന് പറയുന്നത്? വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? രണ്ട് പൂവിന്റെ നിറം വ്യത്യസ്തമാണ്. രണ്ട് നിറങ്ങളിലുള്ളതാണ്. വലിപ്പം വ്യത്യസ്തമാണ്. അത് വളരുന്ന ചെടി വ്യത്യസ്തമാണ് അല്ലേടാ? ഒന്നിന് മുള്ളുണ്ട്, ഒന്ന് വള്ളിപ്പടപ്പാണ്, അല്ലെങ്കിൽ ഒന്ന് കുറ്റിച്ചെടിയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യത്യാസങ്ങൾ ഇതിൽ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. പറ്റുമോ ഇല്ലയോ? ഉറപ്പായും പറ്റും. അപ്പോൾ അടുത്ത് എന്തെഴുതണം? സാമ്യം കഴിഞ്ഞിട്ട് നമ്മൾ വ്യത്യാസം എഴുതണം. അതായത് ആ കഥാപാത്രത്തിന്റെ സ്വഭാവം എന്താണ്? കഥാപാത്രമാണെങ്കിലുള്ള കാര്യമാണ്. കഥാപാത്രത്തിന്റെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എന്താണ്? സ്വഭാവം എന്താണ്? കഥയിൽ എങ്ങനെയാണ് കഥാപാത്രം നിലകൊള്ളുന്നത്? അതൊക്കെ എന്ത് ചെയ്യണം? പിന്നീട് വ്യത്യാസങ്ങൾ രണ്ടുപേരുടേതും പരിഗണിച്ചുകൊണ്ട് വേണം വ്യത്യാസം നമ്മൾ എഴുതാനായിട്ട്. മനസ്സിലായോ? ആദ്യം സാമ്യം എഴുതുക, ഒരുപോലത്തെ കാര്യം എഴുതുക. പിന്നെ എന്ത് ചെയ്യണം? വ്യത്യാസങ്ങൾ എഴുതണം. കഥാപാത്രത്തിന്റെ വ്യത്യാസമാണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ആ കഥാപാത്രത്തിന്റെ പ്രത്യേകത എന്താണ്? മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എന്താണ്? യഥാർത്ഥ സ്വഭാവം എന്താണ്? ആ കഥയിൽ ആ കഥാപാത്രത്തെ എടുത്തു കാണിക്കുന്നത് ഏത് രീതിയിലാണ് എന്ന്. അതായത് ആ കഥ മീൻസ് രണ്ട് കഥയും വരും. രണ്ട് കഥയിലും കഥാപാത്രത്തിന്റെ വ്യത്യാസങ്ങൾ ഇങ്ങനെ കണ്ടെത്തി എഴുതണം. സാമ്യങ്ങൾ ഇങ്ങനെ കണ്ടെത്തി എഴുതണം. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, എന്താണ് മെയിൻ ആശയം? ആ ഭാഗത്തിലെ മെയിൻ ആശയം എന്താണെന്ന് എഴുതിയിരിക്കണം. അതിലെ ഭാഷാ പ്രയോഗം എന്താണെന്ന് എഴുതിയിരിക്കണം. എങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും എഴുതിയിരിക്കണം. സാമ്യവും വ്യത്യാസവും എഴുതിയിട്ടുണ്ടാവണം. എങ്കിൽ അതെന്തായി മാറുവടാ? താരതമ്യക്കുറിപ്പായി മാറും. ശ്രദ്ധിക്കുക, താരതമ്യക്കുറിപ്പ് എങ്ങനെ എഴുതാമെന്ന് ഇനി ഒന്ന് ചുരുക്കി നമുക്ക് നോക്കാം. രണ്ട് കഥാപാത്രം അല്ലെങ്കിൽ സന്ദർഭം അല്ലെങ്കിൽ കഥ തന്നിരിക്കുമല്ലോ. അതിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? രണ്ട് ഖണ്ഡിക മാത്രമേ എഴുതാൻ പാടുള്ളൂ, അതിൽ കൂടാൻ പാടില്ല അല്ലേ? ആദ്യം നമ്മൾ എന്താ എഴുതും? സാമ്യം എഴുതും അല്ലേ? ആ കഥാപാത്രത്തിന്റെ സാമ്യങ്ങൾ, അതായത് ഒരുപോലത്തെ കാര്യങ്ങൾ, ഒരുപോലത്തെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഒരുപോലെ കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതും. എഴുതിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ? വ്യത്യാസങ്ങൾ എഴുതാൻ അല്ലേ? ആ വ്യത്യാസങ്ങൾ എഴുതുമ്പോൾ ആ കഥയുടെ ശീർഷകത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത് നമുക്ക് എഴുതാം. പിന്നെ കഥാപാത്രത്തിന്റെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി എഴുതാം. മറ്റുള്ളവരോടുള്ള പെരുമാറ്റം കണ്ടെത്തി എഴുതാം. അതിന്റെ ആശയം എന്താണ് അത് കണ്ടെത്തി അത് വ്യത്യസ്തമാണെങ്കിൽ അത് എഴുതാം. അങ്ങനെ എല്ലാ വ്യത്യസ്തമായ ഭാവങ്ങളും എന്തിലുണ്ടായിരിക്കണം? താരതമ്യക്കുറിപ്പിൽ ഉണ്ടാവണം. ആദ്യം സാമ്യം എഴുതും, വ്യത്യാസങ്ങൾ എഴുതുമ്പോൾ എല്ലാ കാര്യവും പരിഗണിച്ചുകൊണ്ട് രണ്ടെണ്ണത്തിനെയും, രണ്ട് കഥയാവട്ടെ കവിതയാവട്ടെ, ആ രണ്ടിനെയും വളരെ രീതിയിൽ വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മൾ എന്ത് എഴുതാൻ പാടുള്ളൂ? വ്യത്യാസങ്ങൾ നമ്മൾ എഴുതി രേഖപ്പെടുത്താനായിട്ട് പാടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് അവസാനം നമ്മുടെ നിലപാട്, ഈ രണ്ട് കഥാപാത്രങ്ങളെയും ആരാണ് മിച്ചം അല്ലെങ്കിൽ രണ്ടുപേരുടെയും ക്യാരക്ടർ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അത് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ആ രണ്ട് കവിതയിൽ നിന്നും എന്ത് മനസ്സിലായി എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. താരതമ്യക്കുറിപ്പ് അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ലേ? എന്താണ്? ആദ്യം സാമ്യം എഴുതുക, പിന്നെ വ്യത്യാസങ്ങൾ എഴുതുക. വ്യത്യാസം എഴുതുമ്പോൾ കഥാപാത്രമാണ് അല്ലെങ്കിൽ കവിതയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കഥാപാത്രമാണെങ്കിൽ കഥാപാത്രത്തിന്റെ സ്വഭാവം, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, കഥയിലുള്ള സ്ഥാനമൊക്കെ എഴുതുക. കവിതയാണെങ്കിൽ എന്ത് ചെയ്യുക? കവിതയിൽ എങ്ങനെയാണ് കവി പ്രയോഗിച്ചിരിക്കുന്നത് അല്ലേ? കവിതയ്ക്ക് എന്തൊക്കെ ആ രണ്ട് കവിതകൾ തമ്മിൽ എന്തൊക്കെ പ്രത്യേകതകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതാം. അതേപോലെ കഥാപാത്രങ്ങൾ, സന്ദർഭങ്ങളാണെങ്കിലോ ആ രണ്ട് സന്ദർഭവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് കണ്ടെത്തി രണ്ടാമത് എഴുതാം. എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നിലപാട് എന്താണോ ആ നിലപാട് കൂടെ നമുക്ക് എന്ത് ചെയ്യാനാ? എഴുതി സമർത്ഥിക്കാനായിട്ട് പറ്റും അല്ലേ? അതായത് അത് അവസാനത്തെ തീരുമാനമല്ല നമ്മുടെ നിലപാട്, ഏത് ക്യാരക്ടർ കൊള്ളാം, ഏത് കവിത കൊള്ളാം എന്നുള്ളത്. നമ്മുടെ ഒരു ഉദ്ദേശം ഇന്നതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്താവൂടാ? താരതമ്യക്കുറിപ്പ് ആവും. മനസ്സിലായല്ലോ? വേറെ ഒന്നുമല്ല, സാമ്യം എഴുതുക, വ്യത്യാസം എഴുതുക. എഴുതുമ്പോൾ ഭാഷാപ്രയോഗം, അവതരണം, സന്ദർഭം
എല്ലാം എല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആശയവും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വ്യത്യാസങ്ങൾ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് തന്നെ എഴുതിയിട്ടുണ്ടാവണം. ഇത്രയാകുമ്പോൾ എന്താവും, നമ്മുടെ താരതമ്യക്കുറിപ്പ് കംപ്ലീറ്റ് ആവും. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്ന പാഠഭാഗങ്ങളൊക്കെ രണ്ടായിട്ട് തിരിച്ച് നിങ്ങൾ കണ്ടെത്തി എഴുതുക. 2 കഥകൾ തന്നിട്ടുണ്ടെങ്കിൽ 2 എണ്ണം തമ്മിൽ വ്യത്യസ്തമായ രീതിയിൽ എഴുതാനായിട്ടൊക്കെ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. പരീക്ഷയ്ക്കൊക്കെ വരാൻ സാധ്യത ഒരുപാടുള്ള ചോദ്യമാണ് താരതമ്യക്കുറിപ്പ്. അപ്പോൾ അതേ ഒരു എന്ത് ചെയ്യുക, അതേ ഒരു ഫീലോട് കൂടെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുക. പരീക്ഷാകാലം അടുത്ത് വന്നിട്ടൊരു ബോധത്തോടു കൂടെ എല്ലാ കുഞ്ഞുമക്കളും പഠിച്ചു തുടങ്ങേണ്ട സമയം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയേ ഉള്ളൂ. താരതമ്യക്കുറിപ്പ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ലതായിട്ട് സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.